അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ മതങ്ങളെ അംഗീകരിക്കുന്ന ആളുകൾ ജീവിക്കുന്നു. അവർക്കൊക്കെ വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളുണ്ട്. എന്നാൽ മുസ്ലിങ്ങളുടെ ആഘോഷം എന്ന് പറയുന്നത് പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാൾ പ്രമാണിച്ച് നമ്മൾ ഈദുൽ ഫിത്തർ എന്ന് പറയുന്ന പാവങ്ങൾക്ക് വേണ്ടി ഒരു വിഹിതം നമ്മൾ നൽകുന്നു. അങ്ങനെ എല്ലാ ആളുകളും സന്തോഷത്തോടുകൂടെയും റാഹത്തോടുകൂടെയും ഈദ് ആഘോഷിക്കുന്നു. അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് നമ്മുടെ ഈദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പറയാനുള്ളത്, ഈ പെരുന്നാൾ ദിവസവുമായി ഒരുക്കം, പെരുന്നാളിൽ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ആ വിഷയങ്ങളൊക്കെ പറയാനുണ്ട്. ഈദ് കെ ദിൻ, പെരുന്നാൾ ദിവസം, സവിയാൻ തു ഹർ ഘർ മേ ബൻതി ഹൈ. ഈദ് കെ ദിൻ, പെരുന്നാൾ ദിവസം, സവിയ സേമിയം, സേമി പായസം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. സേമിയം, തു ഹർ ഘർ മേ, എല്ലാ വീടുകളിലും, ഹർ ഘർ മേ, എല്ലാ വീടുകളിലും, ബൻതി ഹേ, ഉണ്ടാക്കുന്നു. ലോഗ് മിഠായിയാം ബി ഖരീദ് കർ ലാത്തെ ഓർ ബനാത്തെ ഹൈ, ജനങ്ങള് മിഠായിയാം ബി, മിഠായികളും, ഖരീദ് കർ ലാത്തെ, വാങ്ങിക്കൊണ്ടുവരുന്നു, ഓർ ബനാത്തെ ഹൈ, മിഠായി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ മിഠായി സ്വന്തം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നല്ല സംഗതികളൊക്കെ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് ഉണ്ടാക്കും. അല്ലാത്തതൊക്കെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. മനസ്സിലായല്ലോ പറഞ്ഞേ? മനസ്സിലായില്ലേ? ആ ഇസീലിയെ, അതുകൊണ്ട് തന്നെ ഉസേ മീട്ടി ഈദ് ബി കഹാ ജാതാ ഹേ, മധുരമുള്ള പെരുന്നാള് എന്നും വിളിക്കപ്പെടുന്നു. ഈ ഒരു ഈദിനെ മധുരമുള്ള പെരുന്നാള് എന്നും വിളിക്കപ്പെടുന്നു. കഹാ ജാതാ ഹേ, പറയപ്പെടുന്നു, വിളിക്കപ്പെടുന്നു. ഇസീലിയ, അതുകൊണ്ട് മനസ്സിലായില്ലേ? സവിയാൻ തു ഹർ ഘർ മേ ബൻതി ഹേ എന്ന് പറഞ്ഞു. മിഠായി ആളുകൾ വാങ്ങുന്നു, സ്വന്തം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പെരുന്നാൾക്ക് എന്ത് പറയും? മീട്ടി ഈദ് എന്നും പറയപ്പെടുന്നു. ഈദ് കാ മത്ലബ് ഹി ഖുശി ഹേ ഓർ യേ ഖുശി കാ തെഹ്വാർ ഹേ. പെരുന്നാൾ എന്ന് പറയുമ്പോൾ ആ പെരുന്നാളിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? സന്തോഷമാണ്. ഖുശി ഹേ, ഈദ് കാ മത്ലബ് ഹി, പെരുന്നാളിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഖുശി ഹേ, സന്തോഷമാണ്. മനസ്സിലായോ? മനസ്സിലായില്ലേ? സന്തോഷമാകുന്നു. ഓർ യേ ഖുശി കാ തെഹ്വാർ ഹേ, അതുകൊണ്ട് ഇത് സന്തോഷത്തിന്റെ ആഘോഷമാകുന്നു. ഇത് സന്തോഷത്തിന്റെ ആഘോഷമാകുന്നു. മുസൽമാൻ റംസാൻ കെ പൂരെ മഹീനെ റോസെ രഖ്തേ ഹൈ, മുസ്ലിങ്ങൾ റമളാനിൽ മുഴുവനായിട്ടും, പൂരെ മഹീന പറഞ്ഞാൽ പൂർണ്ണമായിട്ടും, റമളാന് ഫുള്ള് റോസെ രഖ്തേ ഹൈ, അവർ നോമ്പ് നോൽക്കുന്നു, നോമ്പ് പിടിക്കുന്നു. ചില നാട്ടിൽ നോമ്പ് പിടിക്കുന്നു എന്ന് പറയാം, ചില നാട്ടിൽ നോമ്പ് നോൽക്കുക എന്നൊക്കെയാണ് പറയാ, അല്ലേ? ഏതായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതെ, മതി. പിന്നെ ഓർ സക്കാത്ത് നിക്കാൽത്തെ ഹൈ, സക്കാത്ത് പുറപ്പെടുവിക്കുന്നു, കൊടുക്കേണ്ട സക്കാത്ത് അവർ കൊടുക്കുന്നു. മനസ്സിലായോ? അപ്പോൾ സക്കാത്ത് നിക്കാൽത്തെ ഹൈ. റോസ സുബഹ് ഹോനെ സെ തോടി ദേർ പഹലെ ശുറു ഹോത്താ ഹെ. റോസ, നമ്മുടെ ഈ നോമ്പ് എന്നൊക്കെ പറയുന്നത് സുബഹ് ഹോനെ സെ, സുബ്ഹി ആകുന്നതിൻ്റെ, തോടി ദേർ പഹലെ, കുറച്ച് സമയത്തിനു മുമ്പ്. അപ്പൊ സുബ്ഹി ആകുന്നത് കുറച്ച് സമയം മുമ്പ്. സുബ്ഹിക്ക് ബാങ്ക് കൊടുക്കൂലേ? ആ ബാങ്ക് കൊടുക്കേണ്ടതിനും കുറച്ച് മുമ്പ്, ഒരു അരമണിക്കൂറൊക്കെ മുമ്പ് എന്ന് പറയാം, അല്ലേ? ശുറു ഹോത്താ ഹേ, അരമണിക്കൂർ എന്ന് പറയണ്ട, ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ പറയാം, അല്ലേ? ഏതായാലും ബാങ്ക് കൊടുത്താൽ നോമ്പ് തുടങ്ങിയെന്ന് അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞേ? ബാങ്ക് കൊടുത്താൽ നോമ്പ് തുടങ്ങി. ആ ബാങ്കിന് അള്ളാന്ന് ആകുമ്പോഴത്തിനൊക്കെ എന്ത് ചെയ്യണം? തിന്ന് കഴിയണം. ഹേയ്, അപ്പോൾ നോമ്പ് സുബിഹിന്റെ കുറച്ച് മുമ്പ്, തോടി ദേർ പഹലെ, കുറച്ച് സമയം മുമ്പ്, തോടി ദേർ പഹലെ, കുറച്ച് സമയം മുമ്പ്, ശുറൂ ഹോത്താ ഹേ, തുടങ്ങുന്നു. ഓർ സൂരജ് ഡൂബിനെ തക്ക് ജാ രഹീ,
और सूरज डूबने तक जारी रहता है. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, സൂരജ് ഡൂബിനെ തക്ക്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ ജാരി രഹ്താഹെ, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു, ഉണ്ടാകുന്നു. അപ്പോൾ സുബീൻ്റെ അല്പസമയം മുമ്പ് തുടങ്ങി സൂര്യൻ അസ്തമിക്കുക അല്ലേ, അതുവരെ ഉണ്ടാവും. ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും നമ്മുടെ നോമ്പ്, രാവിലെ മുതൽ രാത്രി ആ ബാങ്ക് കൊടുക്കണ വരെ എന്നർത്ഥം. ഉസ് ദൗറാൻ, അതിനിടയിൽ ഇപ്പം ഈ പറയപ്പെടുന്ന സുബ്ഹി തുടങ്ങി പിന്നെ ഏതുവരെ, ആ മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുക്കണ വരെ, അതിൻ്റെ അടിയിൽ കാണാതെ വല്ല തിന്ന പറ്റൂല, നോമ്പ് പറയും. അതാ പറയാൻ പോണ്. അത്തായക്കള്ളന്മാർ എന്നൊക്കെ പറയില്ലേ, ചില കുട്ടിയാൾക്ക് ചെറിയ ചെറിയ കുട്ടികളുണ്ടാവും, അവർക്ക് നോമ്പ് 10 മണി വരെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഉച്ച വരെ ഉണ്ടാവുള്ളൂ. അത് വേറൊരു രസമാണ് അല്ലേ, അത് അവരുടെ രസമാണ്, അതൊരു പരിശീലനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു പരിശീലനമാണ് അവർക്ക്. പിന്നെ കുറച്ചുകൂടെ ഒക്കെ പ്രായമാകുമ്പോൾ, വയസ്സാകുമ്പോൾ 10-15 വയസ്സാകുമ്പോൾ നോമ്പ് നോൽക്കാൻ ഒരു ത്രില്ല് വരണമെങ്കിൽ ഇപ്പം തന്നെ എന്താ ചെയ്യണം, ആ ഒരു രീതിയിൽ അവരോട് പറയണം. 10 മണി വരെ നോമ്പ് നോൽക്കാനോ അല്ലെങ്കിൽ ഉച്ച വരെ നോൽക്കാനോ. അപ്പോൾ ഭാവിയിൽ അവരെന്ത് ചെയ്യും, അന്ന് 10 മണി ഉച്ച വരെ നോറ്റ ആളുകൾ അവർക്ക് സിമ്പിളായി തോന്നും മഗ്‌രിബ് വരെ നോൽക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു ട്രിക്ക് കൂടിയാണ്. അങ്ങനെ അവർ നോൽക്കുന്നവർ, ചെറിയ ആളുകൾ നോൽക്കട്ടെ അല്ലേ. നിങ്ങൾ നോൽക്കരുത്, നിങ്ങൾ ഫുള്ള് നോൽക്കണം. നിങ്ങളെന്ത് ചെയ്യണം, ഫുള്ള് നോൽക്കണം. നിങ്ങൾ വലിയ കുട്ടികളായിക്കണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോൾ ഇസ് ദൗറാൻ, ഇതിനിടയിൽ, ഈ പറയപ്പെട്ട സമയത്തിനിടയിൽ, റോസദാർ ന തൂ കുച്ച് ഖാത്തെ ഹൈ ഓർ ന പീത്തെ ഹൈ. മനസ്സിലായോ? നോമ്പുള്ള ആള്, റോസദാർ എന്ന് പറഞ്ഞാൽ നോമ്പുള്ള ആളുകളെ, നത്തോ കുച്ച് കാത്തേ ഹൈ, ഒന്നും തിന്നൂല, ഓർണ പീത്തേ ഹൈ, ഒന്നും കുടിക്കുകയുമില്ല. ഒന്നും കുടിക്കാനും പറ്റൂല, ഒന്നും തിന്നാനും പറ്റൂല. മനസ്സിലായ പറഞ്ഞേ? നോമ്പ് നോറ്റാലേ ഒന്നും തിന്നാനും കുടിക്കാനും ആ സമയത്ത് പറ്റൂലല്ലോ. പറ്റില്ല എപ്പോഴാണ്? അത്താഴം കഴിക്കുമ്പോൾ പറ്റും, അതുപോലെ നോമ്പ് തുറക്കുമ്പോഴും പറ്റും, രാത്രിയും പറ്റൂലേ, എല്ലാ സമയത്തും പറ്റൂലല്ലോ. ബസ് സുബ്ഹ് ഹോനെ സെ പഹലെ കുച്ച് കാത്തെ പീത്തെ ഹൈ. വെറും, ബസ് പറഞ്ഞാൽ വെറും എന്നർത്ഥമുണ്ട്, മാത്രം എന്നൊക്കെ അർത്ഥമുണ്ട്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? വെറും സുബ്ഹ് ഹോനെ സെ പഹലെ, സുബ്ഹി ആകുന്നതിന് മുമ്പ്, കുച്ച് കാത്തെ പീത്തെ ഹൈ, കുറച്ച് തിന്നുന്നോ, കുറച്ച് തിന്നുന്നോ, കുറച്ച് കുടിക്കുന്നോ. മനസ്സിലായല്ലോ? ജിസെ സഹരി കത്തെ, അതിനാണ് അത്തായം എന്ന് പറയാ. അത്തായത്തിന് നീക്കാന്ന് പറയില്ലേ, ചില ആളുകൾ അത്തായത്തിനൊന്നും നീക്കൂല, ഉറക്ക പിരാന്തന്മാരെ കാരം, പിന്നെയും ചുരുണ്ട് കിടക്കും. അത്തായം ഒന്നും ഇല്ലാതൊക്കെ നോക്കും, അങ്ങനെയൊക്കെ കുട്ടികളുണ്ട്. ശരിക്കും അത്തായം എന്നുള്ളൊരു ബർക്കത്താണ്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ ഉറക്കമുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ എന്ത് ചെയ്യണം, കുറച്ചെങ്കിലും തിന്നണം. ചില ആളുകൾ ആ വർക്ക് പിരാന്തം എന്ത് ചെയ്യൂല, അത്തായത്തിന് വരില്ല. ഇനി നീക്കുകയാണെങ്കിൽ തന്നെ ബാങ്ക് കൊടുക്കണമെങ്കിൽ 15 മിനിറ്റ് മുമ്പ് നീക്കും. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത്തിരി തിന്നുകാണ്ട് ആ ബാങ്ക് കൊടുക്കണമെങ്കിൽ ഒരു 3 മിനിറ്റ് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. എന്തോ റിസ്ക് ആണോ? ഓക്കെ, അങ്ങനെ ചെയ്യരുത്. ഏറ്റവും ചുരുങ്ങി ആ ബാങ്ക് കൊടുക്കണതിന് പിന്നെ ഒരു 5 മിനിറ്റ് മുമ്പൊക്കെ എന്ത് ചെയ്യണം, ആണ് തീരുമാനമാവണം. ഒരു 10 മിനിറ്റ് മുമ്പ്, ഒരു 10 മിനിറ്റിലൊക്കെ ഗ്യാപ്പ് വേണം. 5 എന്തായാലും ഗ്യാപ്പ് വേണം. എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങൾ ബാങ്ക് കൊടുക്കണം, നമ്മൾ സമയം അങ്ങോട്ടോടൊക്കെ മാറിയണമെങ്കിലോ ഒന്നും പറയാൻ പറ്റൂല. അപ്പോൾ 5 മിനിറ്റ് എപ്പോഴും എന്ത് ചെയ്യണം, ഗ്യാപ്പ് വിടണം. സുബിക്ക് 5 മിനിറ്റുള്ളൂ ബാങ്ക് കൊടുക്കാൻ, അപ്പോഴേക്കും എന്ത് ചെയ്യണം, അത്തായം കഴിച്ച് കഴിയണം എന്നർത്ഥം. മനസ്സിലായോ? ഏറ്റവും ചുരുങ്ങി, അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് കഴിയണം. സൂരജ് ഡൂബിനേക്കെ ബാദ് റോസ കോൽത്തേ ഹൈ. മനസ്സിലായോ? നോമ്പ് തുറക്കുന്നു, നോമ്പ് തുറക്ക, റോസ കോലത്തെ നോമ്പ് തുറക്കാറില്ലേ? ആ ഈത്തപ്പയെന്നൊക്കെ കൂട്ടിക്കാണ്ട് അടിച്ചു മാറൂലേ? എന്താ അറിയാത്ത പോലെ അടിച്ചു മാറില്ലേ? കോയും പത്തിരിയും പൊറാട്ടിയും, ഇനി ചില ദിവസം തേകാരം ബിരിയാണിയും. എന്താണ് ആലോചിച്ച് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാ, എന്താ ഇതിൻ്റെയൊക്കെ രസല്ലേ? അപ്പോൾ സൂരജ് ഡൂബിനേക്കെ ബാദ് റോസ കോൽത്തേ ഹൈ ജിസെ ഇഫ്താർ കഹാ ജാത്ത ഹൈ. അതിനാണ് ഇഫ്താർ എന്ന് പറയപ്പെടുക. അതിനാണ് എന്ത് പറയാ? ഇഫ്താർ. जब रमजान का महीना पूरा होने पर चांद दिखाई देता है तो अगले दिन बड़ी धूमधाम से ईद मनाई जाती है. എപ്പോഴാണ് റമദാനിൻ്റെ മാസം പൂരാ ഹോനെ പർ, പൂർത്തിയാകുന്ന സമയത്ത്, എപ്പോഴാണോ റമദാനിൻ്റെ മാസം പൂർണ്ണമാകുന്നത് ആ സമയത്ത്
ചാന്ദ് ദിക്കായി ദേത്താ ഹേ തോ ചന്ദ്രൻ കാണപ്പെടുകയും ചെയ്താൽ അഗലേ ദിൻ അടുത്ത ദിവസം പിറ്റേ ദിവസം ബഡി ധൂം ധാം സേ വളരെ ഒച്ചപ്പാടോടുകൂടെയും ബഹളത്തോടുകൂടെയും ആ ഈദ് മനായി ജാത്തിയെ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നു അല്ലേ? ചടക്കം പൊട്ടിച്ചിട്ടും അല്ലാതെയും മൈലാഞ്ചിട്ടും കുറേ നേരം വൈകി ഉറങ്ങിയിട്ടും കഥ പറഞ്ഞിട്ടും വല്ലാത്തൊരവസ്ഥയായി കാണും അല്ലേ? നാളെ ഉണ്ടാക്കാനുള്ള സാധനം ഇന്ന് തന്നെ ഒരുക്കി ചിലതൊക്കെ വെച്ചിട്ടും മുറിച്ചിട്ടും മാഷാ അല്ലാ. അപ്പൊ ഏതായാലും ये त्यौहार इस्लामी कैलेंडर के 10वीं महीने की पहली तारीख को मनाया जाता है. ഹലോ, ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ അടുക്കള അടുത്തേക്കൊക്കെ ചിലർ പോയിക്കിടും. അടുക്കള അടുത്തൊന്നും കേൾക്കരുത് കേട്ടോ. നിങ്ങളെ തീറ്റും ഇതും കൂടിയും ചിലപ്പോൾ നടക്കൂല. അടുക്കളൻ്റെ ആ ഭാഗത്തു നിന്നാണ് പോകുന്നതാണ്. അവിടെ നിൽക്കണോലൊക്കെ ഇങ്ങോട്ട് അടുക്കളൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരും. ഒരു കൃത്യമായൊരു സ്ഥലത്ത് ഇരിക്കി. പിന്നെ ആ കുട്ടികളെടുത്തിട്ടുള്ള ചില ആളുകളുണ്ട്. ഓലെ അടുത്തിരുത്തിക്കാണ്ട് ഓലെ നിങ്ങളെ ശ്രദ്ധ തെറ്റിക്കുന്നുണ്ടെങ്കിൽ ഓലെ മാറ്റിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയണം, മാത്രം ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും കേട്ടോ. നിങ്ങളോടൊക്കെ തന്നെ പറയണേ. ആ ഞങ്ങൾ കാണില്ലായിരുന്നുണ്ടല്ലേ, നമ്മളെ കാണില്ലായിരുന്നുണ്ടല്ലേ, ഒക്കെ നമ്മൾ കാണും. അപ്പോൾ 10वीं महीने के पहले, അപ്പോൾ ഈ ഒരു ആഘോഷം ഇസ്ലാമിക കലണ്ടർ 10वीं महीने के पहले 10ാമത്തെ മാസത്തിൻ്റെ തുടക്കത്തിൽ, മനസ്സിലായോ? നമ്മൾ ഷവ്വാൽ പഹ്ലി താരീഖോ ഫസ്റ്റ് ദിവസം, ഷവ്വാൽ 1 നടത്തും. മനസ്സിലായോ? മനായ ജാത്താ ഹേ ആഘോഷിക്കപ്പെടുന്നു. ഉസ് മഹീനേക്കോ ഷവ്വാൽ കഹത്തെ ഹൈ, അതിനാണ് എന്ത് പറയാ ഷവ്വാലി എന്ന് പറയുന്നത്. ആ മാസത്തിനാണ് ഷവ്വാലി എന്ന് പറയുന്നത്. മഹീനാറിന മാസം കഹത്തെ ഹൈ പറയുന്നു, ഷവ്വാൽ എന്ന് പറയുന്നു. ആ മാസത്തിന് ഷവ്വാൽ എന്ന് പറയുന്നു. കഹി റോസ് പഹലെ സയ്യിദ് കി തയ്യാരിയാ ശുറൂ ഹോ ജാത്തി ഹൈ, എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് കൈ റോസ് പഹലെ, ഒരുപാട് ദിനങ്ങൾക്ക് മുമ്പ് തന്നെ ഈദ് കി തയ്യാരിയ, ഈദിനുള്ള തയ്യാറെടുപ്പുകൾ, പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ശുറൂ ഹോ ജാത്തി ഹൈ തുടങ്ങുന്നു. എല്ലാവരും ഓരോ ഡ്രസ്സ് എടുത്തിട്ടും ചെരുപ്പ് എടുത്തിട്ടും അല്ലേ, ഒരുപാട്. ബാസാറോ മേ ബഡി റൗനക്ക് ഹോത്തി ഹേ, അങ്ങാടികളൊക്കെ വളരെ ഭംഗി കാണും. ആ സമയം നല്ല ഭംഗിയും മോടിയൊക്കെ പിടിപ്പിച്ച് ഉഷാറാക്കിയിട്ടുണ്ടാവും അങ്ങാടികളിലെ. റൗനക്ക് പറഞ്ഞാൽ ഭംഗി. അപ്പം അങ്ങാടികളിലൊക്കെ വളരെ ഭംഗി ഉണ്ടാകുന്നു ആ ഒരു സമയത്ത് അല്ലേ. കോയി കപ്പടേ ഖരീദത്താ ഹേ, ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഡ്രസ്സ് വാങ്ങുന്നു. കപ്പട എന്ന വസ്ത്രം, ഖരീദത്താ ഹേ വാങ്ങുന്നു. തോ കോയി ജൂത്തെ, ചില ആളുകൾ എന്താണ് ചെരുപ്പാണ് വാങ്ങണത്. അങ്ങനെ പല സാധനങ്ങളും പല ആളുകളും വാങ്ങുന്നു. അങ്ങനെ വല്ലാത്തൊരു ബഹളമയമായ എന്നാൽ സന്തോഷങ്ങൾ കൈമാറുന്ന അല്ലേ, നല്ലൊരു ത്രില്ലുള്ള മനസ്സിനൊക്കെ റാഹത്തുള്ള ഒരു സമയമാണ് നമ്മുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ തന്നെ ഷോർട്ട് നിങ്ങൾ എഴുതി വരട്ടോ. ഓക്കെ, റെഡി അല്ലടാ? ഓക്കെ.